ഇന്ന് അത്ഭുതകരമായ രണ്ടായത്തുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരിട്ട് നൽകിയതാണ്. അപ്പം എല്ലാം നേരിട്ട് നൽകിയതല്ലേ? അല്ല, ഈ രണ്ടായത്തുകൾ ഒഴികെയുള്ളത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. ഈ രണ്ടായത്തുകൾ ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും പ്രവേശിക്കാൻ കഴിയാത്ത ആ സ്ഥലത്തെത്തിയപ്പോൾ അള്ളാഹു നേരിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയതാ. ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോൾ അള്ളാഹ് പറയുന്നുണ്ട്, അങ്ങനെ പ്രയാസങ്ങളൊന്നും അങ്ങേക്കും അങ്ങയുടെ ഉമ്മത്തുകൾക്കൊന്നും ഉണ്ടാവൂല, നമുക്കൊന്നും ഉണ്ടാകൂല, അതൊക്കെ ഞാൻ സമ്മതിച്ചു, അങ്ങ് പറയുന്നതൊക്കെ ഞാൻ കേട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ച് ഓരോ കാര്യങ്ങളും ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ അള്ളാഹ് അതെ, ഓക്കെ, ഞാനത് സമ്മതിച്ചു എന്നൊക്കെ പറയുന്ന വളരെ മനോഹരമായ ഒരു ആയത്താണ്. ഈ ആയത്ത് സൃഷ്ടികളെ പടക്കുന്നതിൻ്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു എഴുതി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ആയത്ത് വളരെ പവിത്രമേറിയതാണ്. ഒരുപാട് അമലുകൾ അതുകൊണ്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ മറ്റൊരു ആയത്തിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. ആ ആയത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? 7 വയസ്സായ സമയത്ത് ഒരാൾക്ക് ഭയങ്കര രോഗം, മരണാവസ്ഥയിലേക്ക് എത്തുന്ന രോഗബാധിതനാണ് ആ കുട്ടി. 7 വയസ്സാകുന്ന സമയത്ത് വലിയൊരു മഹാനാണത്. അവർ 7 വയസ്സായ ആ സമയം മുതൽ ഈ ആയത്ത് ഓതാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ആയത്തല്ല, വേറൊരു ആയത്താണ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അങ്ങനെ ആ ആയത്ത് ഓതാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ആ ആയത്ത് ഇങ്ങനെ ഓതി ഇപ്പോൾ അവരുടെ വയസ്സ് 120 വയസ്സായി. 120 വയസ്സ് വരെ ആ രോഗം അവർക്ക് ശിഫയാകുകയും അത്രയും കാലം ഈ ആയത്ത് ഇങ്ങനെ ഓതുന്നതിനനുസരിച്ച് അവരുടെ ആയുസ് ഇങ്ങനെ കൂടി വരികയും ചെയ്യണം. അയാൾ മരണപ്പെടാതെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവ് കാണുക സ്വപ്നത്തിൽ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ വലിയ മഹാനോട് ചോദിക്കുന്നുണ്ട്, എത്ര കാലമാണ് ഇങ്ങനെ ഓടിയകലുക എന്നിൽ നിന്ന് എന്ന് ചോദിക്കുന്നുണ്ട്. നോക്കൂ, ഈ ആയത്തോതിയപ്പോൾ ഹബീബായ തങ്ങളോടുള്ള ബന്ധം മനസ്സിലാക്കിയില്ലേ? അന്ന് അവർ ആ ആയത്തോതൽ നിർത്തി. അന്നേ ദിവസം ആ വലിയ മഹാൻ വിട പറയുകയും ചെയ്തു, മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ പവിത്രമേറിയ ആ ആയത്ത്, അതിനെക്കുറിച്ച് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തുണ്ടല്ലോ, അത് ഒരു ദിക്റാണ്, ഇബാദത്താണ്, അതൊരു ദുആയുമാണ്. അത്ര പവിത്രമേറിയ ആയത്താണ്. അർശിൻ്റെ താഴ്ഭാഗത്തിൽ നിന്നുള്ള നിക്ഷേപത്തിൽ നിന്നാണ് എനിക്കത് ലഭിച്ചത്. നിങ്ങളത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വീടർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹബീബായ തങ്ങൾ അള്ളാഹുവിൽ നിന്ന് ചോദിച്ചു വാങ്ങുന്ന ഈ ആയത്ത് നമ്മുടെ വിഷയങ്ങൾ അള്ളാഹുവിൽ നിന്ന് ചോദിച്ചു വാങ്ങാൻ നമുക്ക് കാരണമാകുന്നതാണ്. ഇശാക്ക് ശേഷം ഈ ആയത്ത് ആരെങ്കിലും ഓതുകയാണെങ്കിൽ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കും. 3 ദിവസം ഒരു വീട്ടിൽ ഈ ആയത്തോതുകയാണെങ്കിൽ പിശാച് ആ വീട്ടിൽ നിന്ന് സ്ഥലം വിടുകയും ചെയ്യും. ഏതു വേദനകളും ശമിക്കും. കേട്ടതെല്ലാം മനഃപ്പാടമാക്കാനുള്ള കഴിവുണ്ടാകും. കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അള്ളാഹു തുറന്നു തരും. ശത്രുക്കളെ തകരാൻ കാരണമാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ സമ്പന്നനാക്കും. ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നൽകും. അവൻ്റെ ഹലാലായ ആവശ്യങ്ങളൊക്കെ നിറവേറാൻ കാരണമാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ആയത്തുകളെ കുറിച്ചൊക്കെ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് പറയാണ്. പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് പ്രത്യേകം പറയേണ്ടി വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളവിടെ നോക്കിയാൽ, അവിടെ ക്ലിക്ക് ചെയ്താൽ എല്ലാ വിഷയങ്ങളും നമ്മൾ കൃത്യമായിട്ട് അവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലൊക്കെ നമ്മളിവിടെ കാണിക്കുന്ന ഓരോ അമലുകളുടെയും ഷോർട്ടായിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇടാറുണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്തിട്ട് നല്ല ക്ലാരിറ്റിയിൽ അത് എടുക്കാൻ പറ്റുന്നതാണ്. അള്ളാഹു നമുക്ക് ഹൈറാത്തുകളിലേക്ക് അടുക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വളരെ പവിത്രമേറിയ ചില ആയത്തുകളെക്കുറിച്ച്. അത് അത്ര മഹത്വമേറിയ ആയത്താണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്,
എന്താ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ ഇരിക്കണം. ആ സമയത്ത് ഹബീബായ തങ്ങളുടെ സന്നിധിയിൽ ജിബ്രീലുണ്ട്. ആകാശത്ത് നിന്നൊരു ശബ്ദം കേട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മേൽഭാഗത്തേക്ക് തല ഉയർത്തിയിട്ട് പറഞ്ഞു, ഇതാ മുമ്പൊന്നും തുറക്കാത്ത ആകാശ കവാടം തുറന്നിരിക്കുകയാണെന്ന്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളൊക്കെ അങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഒരു ശബ്ദം കേൾക്കുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുകളിലേക്ക് നോക്കി പറയുന്നു, മുമ്പൊന്നും തുറക്കപ്പെടാത്ത ഒരു കവാടമാണ് ആകാശത്ത് നിന്ന് തുറക്കപ്പെടുന്നത് എന്ന്. ആ മലക്ക് ഇറങ്ങി വരികയാണ്. ഒരു മലക്ക് ഇറങ്ങി വരികയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ എന്ന് പറഞ്ഞു, 2 പ്രകാശങ്ങൾ കൊണ്ട് അങ്ങ് സന്തുഷ്ടനാകുക, സന്തോഷവാനായിരിക്കുക. മുമ്പൊരു പ്രവാചകനും ലഭിക്കാത്ത വളരെ സവിശേഷമേറിയ 2 പ്രകാശങ്ങളാണത്. ഏതാണ് ആ 2 പ്രകാശങ്ങളാണെന്നറിയോ? അതൊന്ന് ഫാത്തിഹയാണ്, മറ്റൊന്ന് അൽ ബഖറയുടെ അവസാന ഭാഗമായ ആമന റസൂൽ എന്നുള്ളതാണ്. അപ്പോൾ മുമ്പൊരു പ്രവാചകർക്കും ലഭിച്ചിട്ടില്ലാത്ത 2 പ്രകാശങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പെന്നും തുറക്കപ്പെടാത്ത ആകാശ കവാടത്തിലൂടെ തുറക്കപ്പെട്ട് ഹബീബായ തങ്ങളിലേക്ക് എത്തുകയാണ്. അതാണ് അതിവിശിഷ്ടമായ അൽ ഫാത്തിഹയും അൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ ഉൾക്കൊള്ളുന്ന ആമന റസൂൽ എന്നു പേരുള്ള വളരെ പവിത്രമേറിയത്. അവയിൽ നിന്ന് ഒരക്ഷരമെങ്കിലും ഓതുന്നവർക്കത് ലഭിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ആയത്തുകളാണവ. അൽ ബഖറ സൂറത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ആയത്ത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹു 2 മഹത്തായ ആയത്തുകൾ കൊണ്ടാണ് അൽ ബഖറയെ അവസാനിപ്പിച്ചത്. അർശിൻ്റെ താഴെയുള്ള നിക്ഷേപത്തിൽ നിന്നാണ് അതെനിക്ക് ലഭിച്ചത്. നിങ്ങളത് പഠിക്കുവിൻ, നിങ്ങളുടെ വീട്ടിലുള്ള വീടർക്കും അത് പഠിപ്പിക്കുവിൻ. അത് ദിക്റാണ്, ദുആ ആണ്, ഇബാദത്താണ്. ആ ആയത്തിൻ്റെ അർത്ഥം ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നുണ്ട്, ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. ചെറിയ രൂപത്തിലുള്ള അർത്ഥം ആശയം മനസ്സിലാക്കി തരുന്നുണ്ട്. അത് ശരിക്ക് ഒരായത്താണെന്നതിന് പുറമെ അതൊരു ദുആ ആണ് അതിലുള്ളത്, അതൊരു ദിക്റാണത്. വളരെ സവിശേഷമേറിയ ആയത്താണ്. ജീവിതത്തിൽ പകർത്തുന്നവരാണ് നമ്മളൊക്കെ. ആമന റസൂലൊക്കെ കാണാതറിയുന്ന എത്രയോ ആളുകളുണ്ട്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളിതൊക്കെ ജീവിതത്തിൽ പകർത്തുന്നവരാണെങ്കിൽ ഒരു അൽഹംദുലില്ലാ പറഞ്ഞ് താഴെ നിന്ന് എഴുതി അറിയിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ധാരാളം അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആയത്തുകളും, ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കാം. മുമ്പ് നമ്മൾ ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കേട്ടവരും ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല പുതിയതായി കേൾക്കുന്നവരത് അറിയിക്കണം. ഇപ്പോൾ എന്താ ഇത് പലതവണ കേട്ടവരും അറിയിക്കും ഇൻഷാ അല്ലാഹ്. ആമന റസൂൽ എന്ന് പറയുന്ന ഈ ആയത്ത്, അതിൻ്റെ പ്രത്യേകത എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന വളരെ പവിത്രമേറിയ ഒരു യാത്ര നടത്തുകയുണ്ടായി. ആ യാത്രയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ ഒരു സമീപത്തെത്തിയപ്പോൾ, ഇനി അങ്ങോട്ടേക്ക് പ്രവേശനമില്ല, നിങ്ങൾ പോകൂ, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ്, ഭയമേതുമില്ലാതെ അങ്ങ് പോകുവിൻ എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞയക്കുന്ന രംഗം. അവിടെ എത്തിയപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്റത്തുൽ മുൻതഹയിലെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാണത്. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രവേശമില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പിന്നീട് അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടേക്ക് അങ്ങനെ എത്തിയപ്പോൾ ഒരു സ്വർണ്ണക്കട്ടിലിനടുത്തെത്തി എന്നുള്ളതാണ്. അതിമേൽ സ്വർഗത്തിലെ പട്ടുകൾ വിരിച്ചിട്ടുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നിൽ നിന്ന് വിളിച്ചു, യാ മുഹമ്മദ്, അങ്ങ് റബ്ബ് അങ്ങയെ വാഴ്ത്തുന്നുണ്ട്, അത് ശ്രദ്ധിച്ച് കേൾക്കുക. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് അതൊക്കെ അറിയാം. വഹയ് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് മഹാനരായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, മുഖറബുൽ അംലാക്ക്. അത് കേൾക്കുക, അനുസരിക്കുക. അതങ്ങനെ ഭയപ്പെടാതെ കേൾക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്. അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതങ്ങനെ കേൾക്കുന്നു. അത് കേട്ട ഉടനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അത്തഹിയ്യാത്തു ലില്ലാഹി വസ്സലവാത്തു വത്വയ്യിബാത്ത് എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാ തിരുമുൽ കാഴ്ചകളും സമർപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുന്നുണ്ട്.
ഉടനെ ജിബ്രീൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നമ്മളെയൊക്കെ ഓർത്തിട്ട് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല, ഇതാണ് നമ്മൾ അത്തഹിയ്യാത്തായിട്ട് ഓതുന്നത്. അത്തഹിയ്യാത്ത് നിർബന്ധമായ ഫറലാണ്. ഫാത്തിഹ പോലെ അക്ഷരങ്ങൾ ശ്രദ്ധിച്ചോതേണ്ട ഫറലാണ്. അതൊക്കെ കാണാതെ കൃത്യമായിട്ട് പുതിയ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അത് പഠിച്ചോതിയാലേ ശരിയാവുള്ളൂ. ഫാത്തിഹ തെറ്റിയാൽ നിസ്കാരം ശരിയാകാത്തതുപോലെ അത്തഹിയ്യാത്ത് പിഴച്ചാലും നിസ്കാരം ശരിയാവില്ല. അക്ഷരശുദ്ധിയോടുകൂടെ അതിൻ്റെ വാരിതായ റിപ്പോർട്ട് എളുപ്പമുള്ളതെങ്കിലും നോക്കിയിട്ട് പഠിച്ചിട്ട് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തണം. ആ സമയത്താണ് അള്ളാഹു ആമൻ റസൂൽ മുത്തുനബി തങ്ങൾക്ക് നൽകുന്നത്. അത് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത്. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി എന്ന് പറയുന്ന ആ ഭാഗം അള്ളാഹു സുബ്ഹാനഹു വതആല കേൾപ്പിക്കുകയാണ്. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനത് വിശ്വസിച്ചു. ഉടനെ അള്ളാഹു ആമന റസൂലിൽ നിന്ന് ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി വരെ ഓതിയിട്ട്, എന്താണ് അതിൻ്റെ അർത്ഥം? മുർസലുകൾക്കിടയിലൊന്നും നാം വ്യത്യാസം കാണിക്കുകയില്ല. ജൂത ക്രൈസ്തവർ മൂസാ നബിക്കും ഈസാ നബിക്കും തമ്മിൽ ഇടയിൽ വ്യത്യാസം കൽപ്പിച്ചതുപോലെ നാം വ്യത്യാസം കൽപ്പിക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അരുളി. അപ്പോൾ പിന്നെ അള്ളാഹു പറയുന്നത്, ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, നിൽക്കാൻ കഴിയാത്തവൻ നിന്ന് നിസ്കരിക്കാൻ കൽപ്പിക്കുകയില്ല. അവനവന് കഴിയുന്നതേ കൽപ്പിക്കുകയുള്ളൂ. കഴിവനുസരിച്ച് നിർവഹിച്ചാൽ മതി, അവൻ്റെ തോക്കത്തനുസരിച്ച് നിർവഹിച്ചാൽ മതി എന്ന്. അപ്പോൾ ഇതങ്ങ് പറഞ്ഞപ്പം ലഹാ മക്തസബത്ത് അലൈഹാ മക്തസബത്ത്, അങ്ങനെ ഇതിൻ്റെ ബാക്കിയുള്ളതൊക്കെ ആവശ്യമുള്ളത് ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗുഫ്രാനക റബ്ബന വ ഇലൈക്കൽ മസീർ എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു ഇനിയും ചോദിക്കുക, നൽകാം. അപ്പോൾ വീണ്ടും ഗുഫ്രാനക റബ്ബന വ ഇലൈക്കൽ മസീർ എന്ന് പറയുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, താങ്കൾക്കും അങ്ങേക്കും അങ്ങയുടെ സമുദായത്തിനും ഞാൻ പുറത്തു തന്നിരിക്കുന്നു. വിശ്വാസമുള്ളവരായിരിക്കണം, ഈമാനിൻ്റെ ഉടമകളായിരിക്കണം, തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം, അവർക്കൊക്കെ പുറത്തു തന്നിരിക്കുന്നു. അള്ളാഹു വീണ്ടും പറയുന്നുണ്ട്, ഓ മുഹമ്മദ്, ഇനിയും ചോദിച്ചു കൊള്ളുക, നൽകാമെന്ന്. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ എന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ആമന റസൂൽ ഓതുന്നതാണ്. അപ്പോൾ അതിൻ്റെ അള്ളാഹു പറഞ്ഞ് അങ്ങനെയുള്ള വിഷയമാണ് പറയുന്നത്, അതിൻ്റെ അർത്ഥം നമുക്കറിയാം. അപ്പോൾ അതും ഞാൻ സ്വീകരിച്ചു. മറവിയാൽ സംഭവിക്കുന്നത്, അബദ്ധത്താൽ സംഭവിക്കുന്നത് അതിനൊന്നും ശിക്ഷിക്കുകയില്ല. സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ നിർബന്ധിതാവസ്ഥയിൽ ചെയ്ത തെറ്റിന് ശിക്ഷയുണ്ടാകുകയില്ല. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, അബദ്ധമായിട്ട് സംഭവിക്കുന്നത്, മറവിയായിട്ട് സംഭവിക്കുന്നത്, നിർബന്ധിതാവസ്ഥയിൽ മറ്റുള്ളവർ വല്ലതും ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്, അതിനൊന്നും അള്ളാഹ് ശിക്ഷിക്കുകയില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചോദിച്ചു വാങ്ങുകയാണ്. ഇനിയും ചോദിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റബ്ബനാ ലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ എന്നുള്ളത്. റബ്ബേ, ഞങ്ങളുടെ പൂർവികരായ ഇസ്രായേലുകാർ ഒരബദ്ധം ചെയ്താൽ അവർക്ക് ഒട്ടകമാംസത്തെ നീ ഹറാമാക്കിയതുപോലെ ഒരബദ്ധം ചെയ്തപ്പോൾ ഞങ്ങൾ അബദ്ധങ്ങൾക്ക് ശിക്ഷിക്കരുതേ. അവർ രാത്രി വല്ല തെറ്റും ചെയ്താൽ പകൽ അത് അവരുടെ മുഖത്ത് എഴുതപ്പെട്ട് കണ്ടിരുന്നു. അവർക്ക് 50 വഖത്ത് ഫർളായിരുന്നു. ഇത്തരം ഭാരങ്ങൾ ഞങ്ങളിൽ ചുമത്തരുതേ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് കേട്ടപ്പോൾ അള്ളാഹു അതേ, ഞാൻ സ്വീകരിച്ചു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നബിയെ അങ്ങയുടെ ഉമ്മത്തിനുണ്ടാകുകയില്ല എന്നുള്ളത് വാക്കു കൊടുക്കുകയും ചെയ്യണം. പിന്നെയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിക്കൂ, ഇനിയും ചോദിക്കൂ എന്ന് അള്ളാഹു സ്നേഹത്തോടു കൂടെ പറയുമ്പോൾ ജിബ്രീൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീണ്ടും ദുആ ചെയ്യാണ്, റബ്ബനാ ലാ തുഹമ്മിൽനാ മാ ലാ താഖത ലനാ ബിഹി, ഞാനത് സ്വീകരിച്ചു, ഇനിയും ചോദിച്ചു കൊള്ളുക എന്ന് പറയുമ്പോൾ വീണ്ടും പറയുന്നുണ്ട്, വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അതാണ് ആമന റസൂൽ എന്ന് പറയുന്ന വളരെ സവിശേഷമേറിയ ആ 2 ആയത്തുകൾ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടത്. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ആ ഇസ്രാ മിഅ്റാജിൻ്റെ രാത്രിയിൽ, ആ വാനാരോഹണ യാത്രയിൽ ഹബീബായ തങ്ങൾ നമുക്ക് വേണ്ടി ചോദിച്ചു വാങ്ങിയത് ആ ഓരോ വിഷയങ്ങളും, അല്ലേ, നമ്മളറിയാതെ സംഭവിക്കുന്നത്, നമ്മൾ തെറ്റ് സംഭവിക്കുന്നത്, അവസാനം നമുക്ക് വേണ്ടിയിട്ട് ഉമ്മത്തിന് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ചോദിച്ചു.
നിഷേധികൾക്കെതിരെ സത്യവിശ്വാസികളെ ഞാൻ സഹായിക്കും. വിശ്വാസികളായ സഹനശീലർ 20 പേർ ഒത്തുപിടിച്ചാലും 200 നിഷേധികളെ തോൽപ്പിക്കാൻ കഴിയും. ഗുഫ്രാനക റബ്ബന വഇലൈക്കൽ മസീർ എന്നതോടുകൂടി അവസാനിക്കുന്ന ആയത്തുകൾ അള്ളാഹു നേരിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ രൂപമാണ് നമ്മളിവിടെ വിശദീകരിച്ചത്. നിങ്ങൾ നോക്കൂ, ഈ ആയത്ത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ മുഖേന ലഭിച്ചത് ഈ ആയത്തുകൾ ഒഴികെയുള്ള ആയത്തുകളാണ്. ഈ ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയതാണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് അത് വളരെ ആത്മാർത്ഥമായിട്ട് ഓതിയാൽ നമുക്ക് ലഭിക്കുന്ന വലിയ ഗുണങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ കാര്യത്തിനും ഇങ്ങനെ ചോദിച്ചപ്പോൾ അള്ളാഹു ഇങ്ങനെ ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ഈ രണ്ടായത്തുകൾ അവതരണമായത് സ്വർഗത്തിലെ നിക്ഷേപത്തിൽ നിന്നാണ്. അവ രണ്ടും അള്ളാഹു സൃഷ്ടികളെ പടക്കുന്നതിൻ്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു എഴുതി വച്ചു. ഇശാക്ക് ശേഷം ഒരാൾ ഇത് രണ്ടും ഓതിയാൽ അയാൾ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തിൽ ഓതിയാൽ അയാൾക്ക് അതുമതി, രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചതിന് തുല്യമായി എന്നർത്ഥത്തിലാണ് ഹബീബായ തങ്ങൾ അത് പറയുന്നത്. പൊതുവെ എല്ലാ വിജയത്തിനും ഈ സൂറത്ത്, ഈ 2 ആയത്തുകൾ മതി. ഈ ആയത്തുകൾ ജീവിതത്തിൽ പകർത്തുന്ന ഉമ്മമാരുണ്ട്. ആമന റസൂൽ അത് അള്ളാഹുവിൻ്റെ സ്വർഗീയ നിക്ഷേപങ്ങളിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരിട്ട് നൽകിയതാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ആയത്തുൽ കുർസി ജീവിതത്തിൽ, ആമന റസൂൽ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം. നമ്മുടെ ഓരോ വിഷയങ്ങളിലും ഇങ്ങനെയുള്ള ഒരുപാട് ദിക്റുകളാണ് യഥാർത്ഥത്തിൽ ഹദ്ദാദ് റാത്തീബ്, വിർദുൽ ലത്തീഫൊക്കെ പോലെയുള്ള വിർദുകളിലും പതിവായി ചൊല്ലേണ്ട റാത്തീബുകളിലൊക്കെ കൊണ്ടുവരാൻ തന്നെ കാരണം ഇതിൻ്റെ മഹത്വം അത്രയും പ്രതിഫലാർഹമായതാണ്. അതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആകാശഭൂമികളെ പടക്കുന്നതിൻ്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു ഇത് എഴുതി വച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാം. ഒരു വീട്ടിൽ 3 ദിവസം ഈ 2 ആയത്തുകൾ ഓതുന്നതിനെ പതിവാക്കിയാൽ, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊരു 3 ദിവസം ഇങ്ങനെ ഓതുക, എന്നാൽ പിശാച് ആ വീട്ടിൽ നിന്ന് സ്ഥലം വിടും. പിശാചിൻ്റെ ഷെർ ആ വീട്ടിൽ ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. ഹബീബായ തങ്ങൾക്ക് അള്ളാഹു നേരിട്ട് കൊടുത്ത 2 ആയത്തുകൾ. ഒരാൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമിലെ ഏത് സൂക്തമാണ്, ആയത്താണ് ഏറ്റവും മഹത്തായ ആയത്ത് എന്നുള്ളത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് അത് ആയത്തുൽ കുർസിയാണെന്നുള്ളത്. വീണ്ടും ചോദിക്കുന്നുണ്ട്, അങ്ങേക്ക് അങ്ങയുടെ ഉമ്മത്തിനൊക്കെ ആസ്വദിക്കാൻ അങ്ങ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആയത്തേതാണ്? രണ്ട് ചോദ്യമാണ്. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അൽ ബഖറയിലേതു തന്നെയാണത്, ആയത്തുൽ കുർസിയിനെ പോലെ തന്നെ. പക്ഷേ അത് ആയത്തുൽ കുർസിയല്ല, അത് അവസാന 2 ആയത്തുകളുണ്ട്. അത് അർശിൻ്റെ താഴെയുള്ള റഹ്മത്തിൻ്റെ നിക്ഷേപമാണ്. ഇഹപര വിജയങ്ങൾക്ക്, സൗഭാഗ്യങ്ങൾക്ക് ഈ 2 ആയത്തുകൾ വളരെ സവിശേഷമേറിയതാണ്. അതുകൊണ്ട് തന്നെ ആയത്തുൽ കുർസിയും ആമന റസൂലൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക. ഇനി നമ്മളിതിൻ്റെ തുടക്കത്തിൽ നമ്മൾ വളരെ സവിശേഷമേറിയ ചില അമലുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ആയത്തുകൾ രണ്ടും രാവും പകലും നിത്യേന ഒരാൾ ഓതിയാൽ കേട്ടതെല്ലാം മനഃപ്പാഠമാക്കാനുള്ള കഴിവുണ്ടാകും. മാനസിക വികാസത്തിന് അത് കാരണമാകും. കടം വീടാൻ കാരണമാകും. ശത്രുക്കളെ തകരാൻ കാരണമാകും. അള്ളാഹു അയാളെ സഹായിക്കും. അള്ളാഹു അയാളെ സമ്പന്നനാക്കും. അവന് നല്ല യഖീനുണ്ടാകും. ഹലാലായ നിയ്യത്തുകളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാനും അത് കാരണമാകും. അവൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറും. ഇതിൻ്റെ മഹത്വങ്ങളും ഫലങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളിതിൻ്റെ കൂട്ടത്തിൽ 120 വയസ്സ് വരെ 7ാമത്തെ വയസ്സിൽ രോഗബാധിതരായിട്ട് ജീവിക്കാൻ കാരണമാകുകയും മരണപ്പെടാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ മരണമെന്ന യാഥാർത്ഥ്യം ജീവിതത്തിലേക്ക് കടന്നു വരാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നം കണ്ട് ആ ആയത്തോതുന്നത് നിർത്തൂ എന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തിയിട്ട് മരണപ്പെടാനൊക്കെ കാരണമായ അത്ഭുതകരമായ ഒരായത്തുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ആയത്തിനെ കുറിച്ച് നമ്മളിവിടെ പറയുന്നുണ്ട്. ആമന റസൂൽ എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് ആമന റസൂൽ നമ്മളിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കാതിരുന്നത്. ഇൻഷാ അല്ലാഹ് ആ മറ്റേ ആയത്ത് പരിചയമില്ലാത്ത പറഞ്ഞാൽ ഓതിയിട്ട് അങ്ങ് പരിചയമില്ലാത്ത ആയതുകൊണ്ട് ആയത്തുൽ കുർസീൻ്റെ അർത്ഥം പറയുന്ന സമയത്ത് ഈ ഡിസ്പ്ലേയിൽ കാണിക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അത് വിട്ടുപോയി.
ആയത് ഇനി നമുക്ക് മറ്റൊരായത്തുണ്ട്, നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ആയത്ത്. ആ ആയത്തും വളരെ സവിശേഷമേറിയ ആയത്താണ്, നല്ല ഫലമുള്ള ആയത്താണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ, രോഗങ്ങൾ ശിഫയാകാൻ കാരണമാകുന്ന ആയത്ത്. ഇൻഷാ അല്ലാഹ് ആ ആയത്തിൻ്റെ മഹത്വം നമ്മൾ പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതായത് അൻആം സൂറത്ത് എന്ന് പറയുന്ന സൂറത്തുണ്ട്. ആ സൂറത്തിലെ ചില ആയത്തുകളുണ്ട്, അതിന് ചില മഹത്വങ്ങളുണ്ട്. അൻആം സൂറത്ത് ശരിക്ക് ഒന്നിച്ച് മക്കയിലാണ് അത് അവതരിച്ചത് എന്നുള്ളതാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതത്തോടുകൂടെ തസ്ബീഹ് ചൊല്ലിയിട്ടാണ് പറയുന്നത്, ഈ സൂറത്തിന് അകമ്പടി സേവിക്കുന്ന മലക്കുകൾ ചക്രവാളങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന്. അത്രമേൽ ശ്രേഷ്ഠതയുള്ള അൻആം സൂറത്ത് അത് രാത്രിയിൽ അവതരിക്കുമ്പോൾ അകമ്പടിയായിട്ട് 70,000 മലക്കുകൾ കൂടെയുണ്ടായിരുന്നു. അവർ ചക്രവാളങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു. അവരുടെ തസ്ബീഹും അവരുടെ തഹ്മീദും അവരുടെ തൻജീദും മൂലം അന്തരീക്ഷം ശബ്ദായമാനമായി, ഭൂമി വിറകൊള്ളുമാറായി. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് സുജൂദിൽ കിടന്നുകൊണ്ട് വീണുകൊണ്ട് സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അളീം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. ആരെങ്കിലും 70,000 മലക്കുകൾ ആർക്കെങ്കിലും വേണ്ടി രാത്രിയും പകലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, ദുആ ചെയ്തു കൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അൻആം സൂറത്ത് പാരായണം ചെയ്താൽ മതി എന്നുള്ളതാണ്. അൻആം സൂറത്ത് വളരെ സവിശേഷമേറിയ, വളരെ പവിത്രമേറിയ സൂറത്താണ് അൻആം സൂറത്ത്. നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ആ 7 വയസ്സ് വരെയുള്ള ആ വിഷയവുമായി ബന്ധപ്പെട്ട് അത് അൻആം സൂറത്തല്ല യഥാർത്ഥത്തിൽ, അത് സൂറത്ത് ത്വലാഖാണ്. ആ ത്വലാഖിൻ്റെ ആയത്ത് നമ്മളിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു എന്താ സൂറത്തു ത്വലാഖ് എന്ന് പറയുന്ന സൂറത്തിലെ ഒരായത്തുണ്ട്. ആ ആയത്ത് എന്താ വമൻ ഖുദിറ അലൈഹി റിസ്ഖു എന്ന് വരുന്ന ലിയുൻഫിഖ് ദു സഅത്തിൻ മിൻ സഅത്തിഹി. ഒരു മിനിറ്റ് ആയത്ത് നോക്കട്ടെ. ലിയുൻഫിഖ് ദു സഅത്തിൻ മിൻ സഅത്തിഹി വമൻ ഖുദിറ അലൈഹി റിസ്ഖു ഫൽയുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹ സയജഅലുല്ലാഹു ബഅദ ഉസ്രിൻ യുസ്റാ ലിയുൻഫിഖ് ദു സഅത്തിൻ മിൻ സഅത്തിഹി വമൻ ഖുദിറ അലൈഹി റിസ്ഖു ഫൽയുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹ സയജഅലുല്ലാഹു ബഅദ ഉസ്രിൻ യുസ്റാ. ഈ ആയത്തിൻ്റെ ഒരു മഹത്വം എന്താണെന്ന് വെച്ചാൽ, ഒരു വലിയ മഹാൻ പറയുന്നുണ്ട്, ആരെങ്കിലുമൊക്കെ ദാരിദ്ര്യം കൊണ്ട് വല്ലാതെ പൊറുതിമുട്ടിയെന്ന് സങ്കല്പിക്കാം. ദാരിദ്ര്യം വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ പട്ടിണി കൊണ്ടൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒന്നിനു പിറകെ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അന്നത്തെ ദിവസം, അന്ന് അവനൊരു വ്യാഴാഴ്ച ഒരു നോമ്പെടുക്കണം. എന്നിട്ട് ആ വെള്ളിയാഴ്ച രാവിലെ പാതിരാക്ക് അവൻ എഴുന്നേറ്റ് 100 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ 100 സ്വലാത്ത് ചൊല്ലണം. പിന്നെ ഈ ആയത്ത് 100 തവണ പാരായണം ചെയ്യണം. ഏതാണ് ആയത്ത്? സൂറത്തു ത്വലാഖിലെ 7-ാമത്തെ ആയത്ത്. ഇതിൻ്റെയൊക്കെ ഈ ഒരു ക്ലിയർ ഉള്ളൊരു ഫോട്ടോ നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇൻസ്റ്റയുടെ ബ്രോഡ്കാസ്റ്റിൽ ഇടുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ക്ലിയർ ഉള്ളത് കിട്ടും. അപ്പോൾ എങ്ങനെ ഇത് ഓതണം? ലിയുൻഫിഖ് ദു സഅത്തിൻ മിൻ സഅത്തിഹി വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫൽയുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹ സയജഅലുല്ലാഹു ബഅദ ഉസ്രി യുസ്റാ. എന്താ ഇതിൻ്റെ ഒരു ആശയം എന്നറിയോ? ഞാൻ ഓരോന്നും ഇങ്ങനെ അർത്ഥം വെക്കുന്നില്ല. അള്ളാഹു സമ്പത്ത് നൽകിയവർ അവരുടെ സമ്പന്നതയിൽ നിന്ന്, അവരുടെ സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിച്ചു കൊള്ളണം, അവർ ചെലവഴിച്ചു കൊള്ളട്ടെ. ഇനി അള്ളാഹു ചിലർക്ക് ഇങ്ങനെ കണക്കാക്കി വെച്ചതുണ്ടാകും, കണക്കാക്കിയത് നൽകിയിട്ടുള്ളൂ, കുറച്ചേ നൽകിയിട്ടുള്ളൂ എന്ന് സങ്കല്പിക്കുക. എന്നാൽ ആ നൽകിയതിൽ നിന്ന് ഫൽയുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ്, നൽകിയതിൽ നിന്ന് അവൻ ചെലവഴിക്കട്ടെ. ധാരാളമുള്ളവർ അവൻ അങ്ങനെ കൊടുക്കട്ടെ. 100 രൂപയുള്ളവൻ 1 രൂപയെങ്കിലും കൊടുത്തുകൊള്ളട്ടെ. അള്ളാഹു അവന് കഴിവിൻ്റെ പരിധിയുടെ അപ്പുറത്ത് നിന്ന് കൊടുക്കാനൊന്നും
ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ, ഒരു ശരീരത്തിനെയും ഒരാളെയും അള്ളാഹു നിർബന്ധനയോടുകൂടെ കീർത്തിക്കുന്നില്ല. അവൻ ഉള്ളതിൽ നിന്ന് കൊടുത്താൽ മതി, അവനെ ബുദ്ധിമുട്ടാക്കുന്നില്ല. സയജ്അലുല്ലാഹു ബഅദ ഉസ്രി യുസ്ര, ഏതു പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടന്നു വന്നാലും അതിലൊരു എളുപ്പം അവനെ കാത്തിരിക്കുന്നുണ്ട്. ഒരു 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 പ്രയാസത്തിൽ നിന്നുള്ളൊരു മോക്ഷം അവൻ്റെ മുമ്പിൽ കടന്നു വരും എന്നുള്ളതാണ്. ഇതിങ്ങനെ അവസാനം വരെ ഓതിയിട്ട് ഉറങ്ങുക എന്നുള്ളതാണ് അയാളുടെ ദാരിദ്ര്യത്തിൽ നിന്നും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും മോചനം കിട്ടാൻ കാരണമാകുന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, തൗബ സൂറത്തിലെ ഒടുവിലത്തെ 2 ആയത്തുകൾ ഒരാൾ പകലിൽ ഓതിയാൽ ആ പകലിൽ അയാൾ മരണപ്പെടുകയില്ല. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് അത് അയാൾ അന്ന് കൊല്ലപ്പെടുകയോ മുറിവേൽക്കപ്പെടുകയോ ഇല്ല എന്നുള്ളതാണ്. രാത്രി ഓതിയാലും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് ഈ ഹദീസ് കേട്ട ഒരു വലിയ മഹാന് അവരുടെ രോഗശയ്യയിലായിരിക്കെ 7ാമത്തെ വയസ്സിൽ അതിങ്ങനെ ഓതുന്നത്. അങ്ങനെ അത് പതിവായിട്ട് ഇങ്ങനെ ഓതാൻ തുടങ്ങി. 7ാമത്തെ വയസ്സിൽ നല്ല രോഗം ഉണ്ടായിരുന്നവർക്ക് മരണപ്പെടും എന്ന അവസ്ഥയിലെത്തിയിരുന്നു. അങ്ങനെ ഓതി 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 കുറേ കാലം അങ്ങ് ഓതിയപ്പോഴും അതിങ്ങനെ പതിവാക്കി ഇങ്ങനെ ഓതിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 7 വയസ്സിൽ മരണപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർ 120ാമത്തെ വയസ്സിലും മരണപ്പെട്ടിട്ടില്ല. അങ്ങനെ ആയുസ് തീരുന്നൊരു സമയമുണ്ടല്ലോ, ആ ആയുസ്സിൻ്റെ അവധി എത്തിയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവ് കാണുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വരികയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹാനവറുകളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വിഷയം കഴിയുന്നവർ ആദ്യത്തെ അറിവാണെന്നുള്ളത് എഴുതി അറിയിച്ചൊന്ന് അറിയിക്കണം കേട്ടോ. മറ്റുള്ളവരത് കേൾക്കാൻ പ്രചോദനാകും. അത് ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കും വേണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ട ആ മഹാനോട് മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, ഈ എത്ര കാലമാണ് ഇങ്ങനെ ഓടിയകല, എന്നിൽ നിന്ന് എത്ര കാലമാണ് ഇങ്ങനെ ഓടിയകല എന്ന്. ഹബീബായ തങ്ങളുടെ വാക്കാണത്. എന്നിലേക്ക് വരുവിൻ എന്നൊരു ധ്വനി അതിലില്ലേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത് പറഞ്ഞതിൻ്റെ ശേഷം മഹാനവറുകൾ അത് ഓതിയില്ല. അന്ന് തന്നെ അവർ വഫാത്താകുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഏതാണ് ആയത്ത്? തൗബ സൂറത്തിലെ അവസാനത്തെ 2 ആയത്തുകൾ. മാഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. തൗബ സൂറത്തിലെ അവസാനത്തെ 2 ആയത്തുകൾ അത് പതിവാക്കിയാൽ ലഭിക്കുന്ന വലിയ നേട്ടങ്ങൾ നോക്കൂ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ പകർത്തുക. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പകർത്താം. അള്ളാഹു ദുനിയാവും ആഖിറവും ഒക്കെ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്കും എൻ്റെ കുടുംബത്തിനും ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.